ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പെസഹ അപ്പവും പാല് കുറുക്കിയതും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ പെസഹ അപ്പവും പാല് കുറുക്കിയതും തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി 250 ml ഇതിൽ കപ്പിൽ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കുതിർത്ത് ഒരു 3-4 മണിക്കൂർ കുതിർത്തിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉഴുന്ന് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർക്കണം. അപ്പോൾ നമ്മൾ ഏത് കപ്പിനാണ് എടുക്കുന്നത് അതിൻ്റെ പകുതി കപ്പ് ഉഴുന്ന് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ കുതിർത്തിട്ട് വെക്കുക. പിന്നെ നമുക്ക് ഒരു കപ്പ് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നാളികേരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും കൂടി കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. പിന്നെ ചെറിയുള്ളിയാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു കൈ നിറയെ ചെറിയുള്ളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചിലർ ഇതിൻ്റെ ഒപ്പം ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ ഇതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല, ചെറിയുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഉണ്ടല്ലോ, നമ്മൾ കുഞ്ഞ ജീരകം, അതാണ് പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് നമ്മുടെ പെസഹ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അടുത്തതായിട്ട് പെസഹ അപ്പത്തിൻ്റെ പട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. തീരെ തരിതരിപ്പില്ലാത്ത നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ. അതെ, ഇനി നമുക്ക് ഈ ഉഴുന്ന് അരച്ചതിൻ്റെ കൂടെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, പച്ചരി, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അരിയും കൂടി നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ അരി നല്ല ഫൈനായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ചിലർ ഇവിടെ പച്ചരിക്ക് പകരമായിട്ട് അരി പൊടി ഉണ്ടല്ലോ, പച്ചപ്പൊടി, അതും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അരി കുതിർത്തരക്കുന്ന രീതിയിലുള്ളതാണ് കാണിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ കുതിർത്തിട്ടുള്ള അരി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്താലും മതി. എന്നിട്ട് ഉഴുന്നുമായിട്ട് കൂട്ടി വെള്ളമൊഴിച്ച് മിക്സാക്കി ഒരു ബാറ്റർ ആക്കിയാൽ മതി. ഞാനപ്പോൾ നമ്മുടെ ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നാളികേരം ചിരകിയത് ഉണ്ടല്ലോ, തേങ്ങ ചിരകിയത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും ചെറിയ ജീരകവും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇത് അരക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഇത് നല്ല ഫൈനായിട്ട് അരയാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തരിതരിപ്പായിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ നാളികേരം അരച്ചെടുക്കേണ്ടത് കേട്ടോ. ഇതേ കണ്ട, ഇതുപോലെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. നല്ല ഫൈനായിട്ട് അറിയാനും പാടില്ല, എന്നാൽ ചതച്ചതുപോലെയല്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ നാളികേരം അരച്ചെടുത്ത ശേഷം നമുക്ക് അരിയും ഉഴുന്നും കൂടി അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഒരു ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ആക്കിയ ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇത് അധികം നേരം മാറ്റി വെക്കാൻ പാടില്ല. അരമണിക്കൂറേ നമ്മളിത് ഈ ഒരു ബാറ്റർ തയ്യാറാക്കി കഴിഞ്ഞിട്ട് മാറ്റി വെക്കേണ്ട കാര്യമുള്ളൂ. കാരണം ഇത് പുളിക്കാൻ പാടില്ല, കാരണം ഇതിനെ പുളിപ്പില്ല അപ്പം എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് ഒന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റീമറിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. പ്ലേറ്റ് അല്ലെങ്കിൽ കുഴിയുള്ള ഇതുപോലെ പരന്ന ഏതെങ്കിലും പാത്രം. പിന്നെ നമ്മൾ ഈ പ്ലേറ്റ് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് വേണം ഒന്ന് ഗ്രീസ് ചെയ്യാനായിട്ട്. നെയ്യ് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ഇതാക്കി ഞാൻ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടെടുത്തിട്ടുള്ള ഒരു പ്ലേറ്റാണിത്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ, പെസഹ അപ്പത്തിൻ്റെ ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ പ്ലേറ്റിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ആവിയിൽ 20 മുതൽ 25 മിനിറ്റ് വരെ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന അപ്പത്തിൻ്റെ കട്ടി അനുസരിച്ചിട്ട് ഇതിൽ മാറ്റം വരും കേട്ടോ സമയത്തിൽ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ സ്റ്റീമർ ഒന്ന് തുറന്ന് നോക്കാം. അതെ,
അപ്പോൾ നമ്മുടെ പെസഹപ്പമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാരണം നമുക്ക് ആ സൈഡിൽ നിന്നൊക്കെ ഇതിങ്ങനെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് വെന്തിട്ടുണ്ട് എന്നുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഉറപ്പിക്കാം. നമ്മുടെ പെസഹപ്പം ഇങ്ങനെ ഇരുന്നിട്ടൊന്ന് നന്നായിട്ട് ചൂടാറട്ടെ കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് പാൽ കുറുക്കിയത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ അച്ചാണ് നിങ്ങളുടെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 4-5 അച്ച് ശർക്കര എടുക്കുക. ചെറിയ അച്ചാണെങ്കിൽ ഒരു 6-7 ശർക്കര നമുക്ക് എടുത്ത് വെക്കണം. നിങ്ങളുടെ മധുരത്തിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്കതിൽ കൂട്ടം കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കിയതിന് ശേഷം ഇതിവിടെ ഇരുന്നിട്ടൊന്ന് തണുക്കട്ടെ. നമുക്ക് ഇതിലേക്ക് 2 സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത് 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 3/4 ടീസ്പൂൺ ഏലക്കായുടെ പൊടി, 1/2 ടീസ്പൂണോളം ചുക്കുപൊടി. ഈ 3 പൊടികൾ നമുക്കിതിലേക്ക് വേണം. ഇത് നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് 2 പാൽ ഒഴിച്ചിട്ട് നമുക്കിതിനൊന്ന് കലക്കി വെക്കണം. അപ്പോൾ ഞാൻ കുറച്ച് 2 പാൽ ഒഴിച്ചു നന്നായിട്ടത് കലക്കി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് അരിപ്പൊടി ഇതുപോലെ തന്നെ കലക്കി വെക്കണം. അപ്പോൾ ഒരു 1-1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിൽ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 2 പാൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതും ഞാനിതുപോലെ കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കര ഞാനൊരു സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് 2 പാൽ, നമ്മൾ നാളികേരം പിഴിഞ്ഞിട്ടുള്ള 2ാമത്തെ പാലുണ്ടല്ലോ അത് കട്ടി കുറഞ്ഞിട്ടുള്ള പാൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. 2 പാൽ ഒഴിച്ച ശേഷം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു അരിപ്പൊടിയുടെ മിക്സ്ചർ ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം കട്ട പിടിക്കും. നമ്മൾ അരിപ്പൊടി കലക്കിയതല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കട്ടി അനുസരിച്ച് ഞാനിപ്പോൾ ഒരു 1-1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി കലക്കിയതാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടി കട്ടിയിൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം നേരത്തെ നമ്മൾ ഏലക്കായ്പ്പൊടിയും ജീരകപ്പൊടിയും ചുക്കുപൊടിയൊക്കെ കൂടി കലക്കി വെച്ചിരുന്നില്ല അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് നമ്മൾ ചൂടായിട്ടതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കട്ട പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കുറച്ച് പാലിൽ കലക്കി വെച്ചിട്ട് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ആ ഒരു മിക്സ്ചർ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പോളം തൻപാൽ, നമ്മൾ നാളികേരം പിഴിഞ്ഞെടുക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല. നമുക്കിപ്പോൾ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ പാല് കുറുക്കിയെടുക്കാനായിട്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അരിപ്പൊടി നിങ്ങൾ കൂടുതലായിട്ട് കലക്കി ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പെസഹപ്പവും പാല് കുറുക്കിയതും ഇവിടെ തയ്യാറായിട്ടുണ്ട്. പെസഹപ്പം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം ഈ പാലിൽ മുക്കിയിട്ടാണ് കഴിക്കുന്നത്. ഇതുപോലെ പെസഹപ്പം തയ്യാറാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.